ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം അനുവദിച്ചതിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുക. അറസ്റ്റിലായി 41 ദിവസം തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത്. തന്ത്രിയുടെ അറസ്റ്റിനെ ചൊല്ലി ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമായിരിക്കെയാണ് SITയുടെ നീക്കം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിക്കെതിരെയുള്ള ആരോപണങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്നില്ലെന്നും തെളിവില്ലെന്നുമുള്ള വിജിലൻസ് കോടതി ഉത്തരവിലെ പരാമർശം SITക്ക് തിരിച്ചടിയാകുന്നു. ജാമ്യ ഉത്തരവിലെ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് കടകംപള്ളി സുരേന്ദ്രനെ രക്ഷിക്കാനെന്നായിരുന്നു KC വേണുഗോപാലിന്റെ ആരോപണം. സത്യത്തിൽ വിശ്വാസി ലോകത്തോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കടുത്ത വഞ്ചനയാണ്. പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും ഇവരുടെ കാര്യത്തിന് കൂട്ടുനിന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്തിലെങ്കിലും എതിര് നിന്നു പോയാൽ വിശ്വാസങ്ങളുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ഏതറ്റം വരെയും പോകുമെന്നുള്ള തെളിവാണ് ഇത്. കേസിൽ ഒരു തെളിവുമില്ലാതെ തന്ത്രിയെ ജയിലിലടച്ചത് സംശയാസ്പദമാണെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. ഒരു തെളിവുമില്ലാതെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് 41 ദിവസം ജയിലിൽ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര ക്രൂരമായ നടപടിയാണ് ഇത്. ഈ വിധിന്യായം പരിശോധിച്ചാൽ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് മന്ത്രിയെ രക്ഷിക്കാനുള്ള നീക്കമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോടതി പരാമർശങ്ങൾ തെറ്റാണെന്നും നിരീക്ഷണങ്ങൾ കേസിനെ ബാധിക്കുമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താനുമാണ് SITയുടെ ശ്രമം. പ്രതിപക്ഷ വിമർശനം ശക്തമാകുന്നതിനിടെ ഗുരുതര ആരോപണവുമായി CPIM രംഗത്തു വന്നു. തന്ത്രി പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽപ്പെടുന്ന ആളാണെന്ന വാദവുമായി CPIM സംസ്ഥാന സെക്രട്ടറി ME ഗോവിന്ദൻ രംഗത്തെത്തി. വിജിലൻസ് കോടതിയുടെ ജാമ്യ ഉത്തരവിന്റെ സ്വഭാവം സുപ്രീം കോടതി വിധി പോലെയായിരുന്നെന്നും ഉത്തരവിൽ അസാധാരണത്വമുണ്ടെന്നുമാണ് മന്ത്രി P രാജീവ് പറഞ്ഞത്. ജാമ്യാപേക്ഷയിൽ ചിലപ്പോൾ ചില കോടതിയിൽ ചില നിരീക്ഷണമൊക്കെ നടത്തിയെന്ന് വരാം. ഇത് ഹൈക്കോടതി ഏറ്റവും ശരിയായ ദിശയിലാണെന്ന് ഡിവിഷൻ ബെഞ്ച് ഓപ്പൺ കോർട്ടിലുള്ള ഒബ്സർവേഷൻ അല്ല, ഓർഡറിനകത്ത് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു അവസാന വിധി പോലെയുള്ളതായിട്ടാണ് ഇതിനകത്ത് പരാമർശം കണ്ടിട്ടുള്ളത്. അത് ഒരു അസാധാരണത അതിനകത്തുണ്ട്. അതേസമയം മന്ത്രിമാരിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും മുഖ്യമന്ത്രി അതിന് മറുപടി പറയണമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി ഭരിക്കുന്ന സർക്കാർ 2 ദേവസ്വം മന്ത്രിയാവുമ്പോഴാണ് കൊള്ള നടന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവരെ ചോദ്യം ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവരെ എതിരെ കേസ് ഫയൽ ചെയ്യുന്നില്ല? എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം തരൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അതിന് ഒരു ഉത്തരം തരണം. തന്ത്രിക്കെതിരായ CPIM വിമർശനത്തെ പ്രതിരോധിച്ച് PS ശ്രീധരൻപിള്ള രംഗത്തെത്തി. ഇത്രയും ആളുകളെ റിമാൻഡ് ചെയ്ത, റിമാൻഡ് ഓർഡർ എഴുതിയ, ജാമ്യം നിഷേധിച്ച അതേ ന്യായാധിപൻ ഇതെല്ലാം പരിഗണിച്ച ശേഷം ദർ ഇസ് നോ അയോട്ട ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞാൽ നിയമത്തിനോട് ബന്ധപ്പെട്ടവർക്ക് അറിയാം. അങ്ങനൊരു കോടതി പറഞ്ഞാൽ അതിനപ്പുറം എന്താ പറയേണ്ടതായിട്ടുള്ളത്? അന്ന് പെരുങ്കള്ളെന്ന് വിളിക്കുകയും ഈ ശ്രീധരൻപിള്ള ദൈവത്തെക്കാൾ മുകളിലാണോ എന്നൊക്കെ ചോദിക്കുന്നത് വളരെ തരംതാണ ഒരു ഏർപ്പാടായിപ്പോയി. തന്ത്രിക്കെതിരെ നടക്കുന്നത് പകപോക്കലെന്നും ശ്രീധരൻപിള്ള ആരോപിച്ചു. അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ തന്നെ തന്ത്രിക്കെതിരെ തെളിവുകൾ നിരത്താനാണ് SITയുടെ ശ്രമം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ലീഗൽ ഡെസ്ക്, ന്യൂസ് മലയാളം.